ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് കാണണം. കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടണും അമർത്തണം. ഗായ്സ്, ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു അടിപൊളി നോസിൽ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. നമ്മുടെ കേക്കിനൊക്കെ ഡിസൈൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ പൈപ്പിംഗ് ബാങ്കിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്ത ഒന്നാണ് നോസിൽ. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കണേന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് ഒരു കാലിയായ പേസ്റ്റിൻ്റെ കവറാണ്. അത് നമുക്കൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് അതൊന്ന് കഴുകിയെടുക്കാം. അത് കഴുകിയെടുത്താലും ആ പേസ്റ്റിൻ്റെ രുചി ആ കവറിൽ നിന്ന് ഇങ്ങനെ പോകില്ല. അപ്പോൾ അതിനു വേണ്ടി നമുക്കിതൊന്ന് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതായത് ഒരു ഗ്യാസിൽ ഒരു പാത്രം വെച്ച് നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് തിളപ്പിച്ചെടുക്കാം. ആ തിളച്ച് വന്ന സമയത്ത് നമ്മൾ ഈ മുറിച്ച് വെച്ചേക്കണ പാക്കറ്റ്, അതായത് പേസ്റ്റിൻ്റെ കവറ്, നമുക്കിത് രണ്ടും അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് നന്നായിട്ടൊരു 5-10 മിനിറ്റ് ഒന്ന് നമുക്ക് ആ വെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ പേസ്റ്റിൻ്റെ ചുവയൊക്കെ മാറി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളത്തിലേക്കിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നത്. ഇപ്പം നമ്മുടെ പേസ്റ്റിൻ്റെ ചുവയൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളത് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുകി വൃത്തിയാക്കി ഒന്ന് തുടച്ച് ഉണക്കിയെടുക്കണം. ഇനി നമ്മൾ അതിലൊരു കഷ്ണം എടുത്തിട്ട്, അതായത് ഒരു പീസ് എടുത്തിട്ട് നമുക്കൊന്ന് ഒരു കോണിൻ്റെ ഷേപ്പിലൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം. അതായത് നന്നായിട്ട് ഒരു കോണിൻ്റെ ഷേപ്പിൽ നമ്മളിതൊന്ന് റൗണ്ട് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ടേപ്പ് അതിൻ്റെ മുകളിലേക്കൂടെ ഒന്ന് നമ്മൾ ചുറ്റിക്കൊടുക്കുകയാണ്. നിങ്ങൾ ചുറ്റുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ടേപ്പ് തന്നെ ചുറ്റാനായിട്ട് നോക്കാം. കാരണം ആ നോസിലിൻ്റെ ഭംഗി നമുക്ക് അതുപോലെ തന്നെ കിട്ടണമെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ടേപ്പ് തന്നെ ചുറ്റിയെടുക്കണം. പേസ്റ്റിൻ്റെ കവർ തന്നെ വേണമെന്നില്ല, അതുപോലെ ഇരിക്കണ ഏതിൻ്റെ, അതായത് മരുന്നിൻ്റെ ആയാലും എന്തിൻ്റെ ആയാലും കവർ നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. പക്ഷേ നന്നായിട്ട് ഇത് ഫ്രഷ് ആയിട്ട് നമ്മളിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടാവണം. അപ്പോൾ നമ്മൾ നോസിലൊക്കെ നന്നായിട്ട് ഫിറ്റായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്തിട്ട് ഒന്ന് നിവർത്തി നല്ല റൗണ്ടിലെടുക്കാം. പിന്നെ നമുക്കൊരു സിസേഴ്സ് ഉപയോഗിച്ച് അതിൻ്റെ റൗണ്ടിൽ കൂടെ ഒന്ന് നമ്മളൊന്ന് ഒരു പ്രസ് ചെയ്ത് കൊടുക്കുക. ആ കത്രികയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതായത് കറക്റ്റ് ഷേപ്പിൽ വരാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് അതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതായത് റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇച്ചിരി മുറിയാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകും, എന്നാൽ കൂടി നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ രണ്ട് സൈഡും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ തുമ്പ്, അതായത് അറ്റം, ആ വശം നമുക്കൊന്ന് സൈഡിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ടേപ്പ് ഒട്ടിച്ചുകൊണ്ട് ടഫായിരിക്കും മുറിച്ച് കിട്ടാനായിട്ട്, നല്ല കട്ടിയായിരിക്കും ആ വശത്ത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിസേഴ്സ് ഉപയോഗിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കൊന്ന് അമർത്തി കൊടുക്കാം. ഇപ്പം നമ്മൾ രണ്ട് സൈഡും ഒന്ന് അമർത്തിയെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ നോസിൽ നമുക്ക് ഇതുപോലെ തന്നെ സൈഡിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതും ഇതുപോലെ തന്നെ നമ്മൾ സിസേഴ്സ് ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്ത്, അതായത് അമർത്തി ഒന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു ഡിസൈൻ നമ്മൾ ഇതേ രീതിയിലാണ് എടുത്തേക്കണത്. മറ്റേ ഡിസൈൻ, അതായത് വേറൊരു ഡിസൈൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കത്രിക ഉപയോഗിച്ച് നമുക്കൊന്ന് അതായത് തിരിച്ച്, അതായത് ഒന്ന് കത്രിക വെച്ച് കട്ട് ചെയ്ത് ഒന്ന് തിരിച്ചും ചരിച്ചും നമുക്കൊരു കോണിൻ്റെ ആകൃതിയിൽ, ഒരു ത്രികോണത്തിൻ്റെ ആകൃതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ശരിയായ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഷേപ്പായിട്ടൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കണം. എന്നിട്ട് കൂർത്ത് നിൽക്കണ വശമൊക്കെ ഒന്ന് കൈ വെച്ചൊന്ന് അമർത്തി ഒരു നോസിലിൻ്റെ ഷേപ്പ് ആകണ വരെ നമ്മളൊന്ന് സെറ്റാക്കി അതൊന്ന് എടുക്കണം. ഞങ്ങൾ 4 ഡിസൈനിലാണ് നോസിൽ റെഡിയാക്കി എടുത്തേക്കണേ. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.